ന്യൂസ് 16 കേരള. ജോലി നഷ്ടപ്പെട്ട് ദുരിതത്തിലായ വനിതാ തൊഴിലാളികളെ നാട്ടിലെത്തിച്ചു. റിയാദ് കമ്പനിയുടെ നിരുത്തരവാദിത്തത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് ദുരിതത്തിലായ 3 മലയാളി വനിതകളെ എംബസിയുടെ ഇടപെടലിലൂടെ നാട്ടിലേക്ക് എത്തിച്ചു. 6 മാസങ്ങൾക്ക് മുൻപാണ് റിയാദിലെ ഒരു കോൺക്രീറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ആലപ്പുഴ, പത്തനംതിട്ട ജില്ലക്കാരികളായ 3 പേർക്ക് ജോലി നഷ്ടമായത്. ഇവരടക്കം നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏകദേശം 45ഓളം പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് കുറച്ചുപേരെ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റിയതോടെയാണ് ജോലി നഷ്ടപ്പെട്ടതും ശമ്പളം കിട്ടാതായതും. നിലവിലെ മുഴുവൻ ശമ്പള കുടിശ്ശിക കൈപ്പറ്റിയിട്ടുണ്ടെന്നും നൽകിയതിൽ നിന്ന് തെളിവുണ്ടെന്നും പറഞ്ഞ് കമ്പനി അധികൃതർ രംഗത്ത് വന്നതോടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആ ഇടയ്ക്ക് കൂട്ടത്തിലെ മിക്കയാളുകളുടെയും ഇഖാമയുടെ കാലാവധി കഴിയുകയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമായി. മുൻ മാസങ്ങളിലെ ശമ്പളം കൂടി കിട്ടാതായപ്പോൾ നിത്യച്ചെലവിന് പോലും വകയില്ലാതെയായിരിക്കുമ്പോഴാണ് റിയാദിലെ സാമൂഹിക പ്രവർത്തകരുമായി ഇവർ ബന്ധപ്പെടുന്നത്. നിസാം കായംകുളം, സിറാജുദ്ദീൻ കൊല്ലം എന്നിവരുടെ നേതൃത്വത്തിൽ ആവശ്യമായ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും ക്യാമ്പിൽ ഇവർക്ക് എത്തിച്ചു നൽകി. തുടർന്ന് ഇവരുടെ നിലവിലെ കമ്പനിയുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലം കാണാത്തതിനെ തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകി. ഇവരുടെ യാത്രാ സംബന്ധമായ രേഖകളും നിയമ നടപടികളും സംബന്ധിച്ച് ഇന്ത്യൻ എംബസിയുമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അസ്ലം പാലത്ത്, നിഹ്മത്തുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. എംബസി ഉദ്യോഗസ്ഥൻ ഷറഫുദ്ദീന്റെ കൃത്യമായ ഇടപെടലുകൾ എംബസിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. കഴിഞ്ഞ ദിവസം എംബസിയിൽ നിന്നുള്ള ഔട്ട് പാസ് കിട്ടി നാട്ടിലേക്ക് യാത്ര തിരിച്ചു. 3 പേർക്കുള്ള വിമാന ടിക്കറ്റുകൾ സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റ് നൽകി. സലീം വാലില്ലപ്പുഴ, നിമിഷ അസ്ലം, ഫൗസിയ നിസാം തുടങ്ങിയവർ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ നേതൃത്വം നൽകി. റിപ്പോർട്ട് മജീദ് KP, 16 ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.